ഇന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 1.5 കിലോ ചിക്കനെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുമ്പോൾ നാടൻ ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് അളവിന് മാത്രം എടുത്താൽ മതി. പിന്നെ ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫുഡ് കളർ കൂടി ചേർക്കുകയാണ്. ഇത് ഞാൻ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഇനി മുളക് പൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി കൊടുക്കണം. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളി വേഗത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഈ ഒരു പരുവത്തിന് മാത്രമേ ആകാവൂ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആണെങ്കിൽ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പോവും. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.